ബാലചന്ദ്രൻ, നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനായ നേതാവ് കെ ആന്റണി, ഈ വിജ്ഞാനത്തിന്റെ വിളക്കപരമായ ഡോക്ടർ എം ആർ തമ്പാൻ, വി സി വിഷ്ണുനാഥ് ചെറിയാൻപിൽ, സമാദരണീയനായ ഡോക്ടർ ജോർജ് ഓളപ്പൂ, നമ്മുടെ ഡോക്ടർ വിളക്കുടി, ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ശ്രീ കെ വി വസന്തകുമാർ, ജയ ശ്രീകുമാർ, അതുപോലെ തന്നെ ശ്രീമതി സിന്ധു സുരേഷ്, പ്രസിദ്ധീകരിക്കുന്ന തമ്പാന്റെ ജീവചരിത്രമായ വിജ്ഞാനത്തിന്റെ വിളക്കുവരെ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് വളരെ വളരെ സന്തോഷവും ഒരു ഭാഗ്യവുമായി ഞാൻ കണക്കാക്കുകയാണ്. കെ ആന്റണി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തമ്പാൻ എനിക്ക് സഹോദര തുല്യനായ സുഹൃത്താണ്. ദീർഘകാലമായിട്ട് KSU പ്രവർത്തന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന കാലത്ത്, അന്ന് ഞാനും KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് തിരുവനന്തപുരത്താണെങ്കിലും എന്റെ കർമ്മമണ്ഡലം കേരളമൊട്ടാകെ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന കാലത്ത് തമ്പാനെ പരിചയപ്പെട്ടത് അപ്പോഴാണ്. പക്ഷെ ഞങ്ങളുടെ ബന്ധം വളരെ ഗാഢമായ ബന്ധം തുടങ്ങുന്നത് തമ്പാൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടിയതിനു ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് ആണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവായ തോപ്പിൽ രവി, അദ്ദേഹം കൊല്ലത്ത് മനോരമയുടെ ലേഖകനായിരിക്കുന്ന കാലത്ത് അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് ഞാൻ. കാരണം അന്ന് ബാലജന സഖ്യത്തിന്റെ പ്രസിഡന്റായി, പിന്നീട് KSU പ്രസിഡന്റായിട്ടൊക്കെ വരുമ്പോൾ അന്ന് തോപ്പിൽ രവിയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആശ്രയ കേന്ദ്രം. അവിടെ തോപ്പിൽ രവിയോടുള്ള ഒരു ഹൃദയബന്ധം അത് തമ്പാനിലേക്ക് വ്യാപിച്ചപ്പോഴാണ് അദ്ദേഹം ഇവിടെ താമസമാക്കി. മാത്രമല്ല, ഞങ്ങൾ അടുത്തടുത്താണ് താമസം. അന്നു മുതൽ ഇന്ന് വരെ തമ്പാനുമായിട്ടുള്ള ബന്ധം, തമ്പാൻ സഹോദര തുല്യരായ സുഹൃത്ത് എന്ന് പറഞ്ഞത് ശരിയാണ്. എനിക്ക് ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ സഹോദര തുല്യരായ കുറെ സുഹൃത്തുക്കളുണ്ട്. രാഷ്ട്രീയ രംഗത്ത് എല്ലാവർക്കും അറിയാം. ഞാനും VM സുധീരനും KC ജോസഫും സഹോദര തുല്യരായ സുഹൃത്തുക്കളാണ്. സാമൂഹിക പ്രവർത്തനങ്ങളിലും മറ്റ് പ്രവർത്തനങ്ങളിലും എനിക്ക് സഹോദര തുല്യരായ രണ്ട് സുഹൃത്തുക്കളാണ് ശ്രീ തമ്പാനും ശ്രീ ബാലചന്ദ്രൻ. അത് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഞങ്ങൾ എല്ലാ രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തമ്പാന്റെ മഹത്വം പല യോഗങ്ങളിലും ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രീ കെ ആന്റണി ഇത് വായിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് പൂർണ്ണമായി ബോധ്യമായത് എന്ന് അദ്ദേഹം ഇവിടെ തുറന്നു പറഞ്ഞു. എനിക്ക് ആ മഹത്വവും അദ്ദേഹത്തിന്റെ സംഭാവനകളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ട് പല ഘട്ടങ്ങളിലും ഇത് ഞങ്ങൾ പല യോഗങ്ങളിലും ഞങ്ങളുടെ നേതാക്കളുടെ മുമ്പിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴും, ഇതിന് ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും തമ്പാന് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം ഞങ്ങളൊക്കെയാണല്ലോ പറയുന്നത്. അർഹമായി തമ്പാന് കൊടുക്കേണ്ട അംഗീകാരത്തെക്കുറിച്ച് പറയുമ്പോൾ അതവരാരും നിഷേധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവരൊക്കെ തമ്പാനെ അങ്ങേയറ്റം തമ്പാന്റെ കഴിവുകളെ ആദരിച്ചുകൊണ്ട് എവിടെയെല്ലാം തമ്പാന്റെ സേവനം ഉപയോഗിക്കാമോ അവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് തമ്പാന് തീർച്ചയായിട്ടും ഇടപെടാനുള്ള അവസരങ്ങളാണ് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ. KPCC ഒരു പ്രസിദ്ധീകരണ വിഭാഗം തുടങ്ങിയപ്പോൾ അന്ന് എല്ലാവരുടെയും മനസ്സിൽ അതിന്റെ ചുമതല ഏൽപ്പിക്കേണ്ടത് ആരെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരേ അഭിപ്രായമായിരുന്നു. ഡോക്ടർ എം ആർ തമ്പാനാണ് പ്രിയദർശിനി പബ്ലിക്കേഷന്റെ ചുമതലക്കാരനായി വന്നത്. അതുകൊണ്ടുണ്ടായ ഗുണം ശ്രീ സുകുമാർ അഴീക്കോട് തുടങ്ങി മലയാള സാഹിത്യത്തിലെ
പ്രതിഭാധനന്മാരായ മുഴുവൻ ആളുകളെയും പ്രിയദർശിനിയുടെ സമ്മേളനങ്ങളിലൂടെ ഇന്ദിരാഭവനിൽ കൊണ്ടുവന്ന് അവരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത് എല്ലാവരും അഭിനന്ദിച്ചത് തമ്പാനെയാണ്. തമ്പാൻ പറഞ്ഞല്ലോ 4000 പുസ്തകങ്ങൾ അദ്ദേഹം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അത് പ്രസിദ്ധീകരിച്ചു. ഒരു 400-500 പുസ്തകങ്ങൾക്ക് അദ്ദേഹം അവതാരിക എഴുതി. ഞാൻ ഇന്നലെ തമ്പാൻ ഒരു അവാർഡ് കൊടുക്കുന്ന യോഗത്തിൽ പറഞ്ഞു, പണ്ട് തിരുവനന്തപുരത്ത് എല്ലാ